സ്കൂൾ വേനൽ അവധി മാറ്റണം എന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കത്തിന് പിന്തുണയുമായി സമസ്ത എത്തിയത് ദുരൂഹം. ലക്ഷ്യം സംസ്ഥാനത്തെ ഓണാഘോഷം അട്ടിമറിക്കലും ഓണ അവധി വെട്ടിക്കുറയ്ക്കലും എന്ന ആരോപണം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ വേദിയിലിരുത്തിയാണ് കഴിഞ്ഞ ദിവസം കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ വേനൽ അവധി മാറ്റുന്നതിനെ അനുകൂലിച്ചത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് പറയും. രോഹിണി, വേനൽ അവധി വെട്ടിമാറ്റുന്നതുമായി ബന്ധപ്പെട്ട അതായത് വേനൽ അവധി മാറ്റി മഴക്കാലത്ത് അവധി നൽകണമെന്നടക്കമുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് വലിയ രീതിയിൽ ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ പ്രതികരണങ്ങൾ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സമസ്ത ഈ വിഷയത്തിൽ ഒരു നിർദ്ദേശവുമായി മുന്നോട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് ഈ നിർദ്ദേശം, അതായത് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശം വേനലവധി മാറ്റുകയും അതൊരു ജൂൺ മാസത്തോടു കൂടി നടപ്പിലാക്കണമെന്നതടക്കമുള്ള നിർദ്ദേശം സമസ്ത കൂടി മുന്നോട്ട് വയ്ക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സമസ്തയ്ക്ക് പിന്നിൽ അതായത് ഇങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വരുമ്പോൾ ഓണമവധി അടക്കം അട്ടിമറിക്കുന്ന സാഹചര്യത്തിലേക്ക് വരും. ഓണപരീക്ഷ റദ്ദാക്കുന്ന നിലയിലേക്ക് എത്തും. അതോടൊപ്പം തന്നെ ഈ ഓണപരീക്ഷ മാറുന്നത് മാത്രമല്ല, ചതയാഘോഷത്തിന് മാത്രമായിട്ട് ചതയാഘോഷം വരെ, അതായത് ഉത്രാടം മുതൽ ചതയാഘോഷം വരെ അവധി എന്ന നിലയിലേക്ക് എത്തുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ മുന്നോടിയായിട്ടാണ് ഇത്തരമൊരു നീക്കം, അതായത് ഇത്തരമൊരു അനുകൂല നടപടി എന്നതടക്കമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നേരത്തെ ഈ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് നേരത്തെ ആക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില വിവാദങ്ങൾക്ക് സമസ്ത തന്നെ തുടക്കം കുറിച്ചിരുന്നു. അങ്ങനെ മാറ്റാൻ കഴിയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ വരുമ്പോൾ ഈ ഓണം വെക്കേഷൻ ഇല്ലാതാകുന്നതോടുകൂടി അധിക അധ്യയനം കിട്ടുകയും ഈ പറഞ്ഞ 11 മണിക്കൂർ എന്നതിലേക്ക് എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. ഇതൊക്കെയാണ് സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഓണം സമയത്ത്, അതായത് ഈ സ്കൂൾ അവധി മാറ്റം ഇത്തരത്തിൽ ജൂൺ മാസങ്ങളിലേക്ക്, ജൂലൈ മഴക്കാല മൺസൂൺ കാലത്തിലേക്ക് മാറ്റണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കാനുള്ള കാരണം അങ്ങനെ ഉണ്ടാകുന്നൊരു സാഹചര്യത്തിൽ സമസ്ത നേരത്തെ നിശ്ചയിച്ച കണക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ മാറ്റം വേണമെന്ന ഒരു അഭിപ്രായം വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ അതിന് പിന്താകുന്നൊരു നടപടി സ്വീകരിച്ചത്. ഫലത്തിൽ പ്രത്യക്ഷത്തിൽ ഇതിനെ യാതൊരു കുറ്റവും ആർക്കും കാണാൻ കഴിയില്ലെങ്കിൽ പോലും പരോക്ഷമായി ഇതിൽ വരുന്നതിൽ അത് ഒളിഞ്ഞു കിടക്കുന്നത് ഈ ഓണം ആഘോഷത്തെ അട്ടിമറിക്കുക എന്നൊരു ലക്ഷ്യം തന്നെയായിരിക്കും ഇതിൻ്റെ മുന്നിലുണ്ടാകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെയൊരു സമയം വരുമ്പോൾ, അതായത് ഈ ഒരു അവധി കഴിഞ്ഞ ഉടനെ തന്നെ അടുത്തൊരു അവധിക്ക് സാധ്യതയില്ല. അതായത് ജൂൺ ജൂലൈ മാസത്തിൽ വരുന്ന മധ്യവേനൽ മൺസൂൺ അവധി കഴിയുമ്പോൾ തന്നെ ക്ലാസുകൾ തുടങ്ങും. ക്ലാസുകൾ തുറന്നു കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമതൊരു പരീക്ഷയ്ക്കോ രണ്ടാമതൊരു അവധിക്കോ പിന്നീട് സ്ഥാനമില്ല. അങ്ങനെ വരുമ്പോൾ വർഷത്തിൽ 2 പരീക്ഷയായിട്ട് മാറുകയും ചെയ്യും. ഈ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അതോടുകൂടി ഓണം ആഘോഷം എന്നതും ഓണ അവധി എന്നതടക്കമുള്ളവ അട്ടിമറിക്കപ്പെടുവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇതുകൂടിയൊക്കെയാണ് ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നത്. എന്തായാലും കൂടുതൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ അടക്കം നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ സ്കൂൾ അവധി മാറ്റം, അതായത് മധ്യവേനൽ അവധിയെ മാറ്റുന്നതടക്കമുള്ള മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും അദ്ദേഹത്തിന്റെ പ്രതികരണവും എല്ലാം അശാസ്ത്രീയമെന്ന നിലയിൽ NTU അടക്കം രംഗത്ത് വന്നിരുന്നു. ഫെറ്റോ അടക്കമുള്ള സംഘടനകളും രംഗത്ത് വരികയും പ്രതിഷേധങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും അത് അശാസ്ത്രീയമായ നടപടിയാണെന്ന് തന്നെയാണ് NTUവും ദേശീയ അധ്യാപക പരിഷത്ത് അടക്കം പറഞ്ഞത്. ഈ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴും സമസ്ത ഇതിൽ ഇങ്ങനെയൊരു രാഷ്ട്രീയം കൂടി കണ്ടുകൊണ്ടാണ്, അതായത് സമസ്തയ്ക്ക് അനുകൂലമായിട്ട് നേരത്തെ സ്കൂൾ സമയത്തിൽ രാവിലെ നേരത്തെ തന്നെ സ്കൂൾ സമയം തുടങ്ങണമെന്നടക്കം 7:30 തുടങ്ങണം എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് വന്ന സമസ്ത തന്നെയാണ് ഇവിടെ ഇത്തരമൊരു കാര്യത്തിൽ ഈ ഓണം ആഘോഷം അടക്കം അട്ടിമറിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനത്തിന് അല്ലെങ്കിൽ ആ ഒരു നീക്കത്തിന് ഒരു മുൻതൂക്കം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനൊരു ആ ഒരു നീക്കത്തിന് തുടക്കം കുറിക്കുക എന്ന് വേണ്ടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും സമസ്ത തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതും. രോഹിണി, ശരി. സ്കൂൾ വേനൽ അവധി മാറ്റണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കത്തിന് പിന്തുണയുമായി സമസ്ത എത്തിയതിൽ ദുരൂഹതയുണ്ട്. ലക്ഷ്യം സംസ്ഥാനത്തെ ഓണാഘോഷം അട്ടിമറിക്കലും ഓണ അവധി വെട്ടിക്കുറയ്ക്കലും എന്നുള്ള ആരോപണങ്ങളും ഉയർന്നുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.